വർത്തമാനകാല UDF നിന്നും ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച ഒരു ശബ്ദം ഞാൻ ഇന്ന് കേട്ടു. മാറാട് കലാപത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ശ്രീ AK ആന്റണി 2004 രാജിവെച്ചപ്പോൾ പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ ഒരു കോൺഗ്രസ് നേതാവ് പോലും മുസ്ലിം ലീഗിനെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. ഇന്ന് കുഴൽനാടൻ അതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ലീഗിന്റെ മുൻപിൽ മുട്ടിലിഴയാത്ത കോൺഗ്രസ്സുകാരും ഇന്നത്തെ തലമുറയിൽ ഉണ്ടെന്നുള്ളത് ആശാവഹമാണ്. PC ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറിലെ പരനാറിയുടെ പൂഞ്ഞാറിൽ നിന്ന് കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കെട്ടാത്ത രീതിയിൽ 8 നിലയിൽ തോറ്റു തുന്നം പാറിയ പൂഞ്ഞാർ ചെറ്റയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഞാൻ വായിച്ചത്. മാത്യു കുഴൽനാടൻ പറഞ്ഞത് എന്താണെന്നോ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും മാത്യു കുഴൽനാടൻ്റെ സപ്പോർട്ടുമായിട്ടാണ് ആരിറങ്ങിയിരിക്കുന്നത്? PC എന്ന് പറയുന്ന പരമചെറ്റ ഇറങ്ങിയിരിക്കുന്നത് മാത്യു കുഴൽനാടന് സപ്പോർട്ടുമായിട്ടാണ്. ഒരു കാര്യം പറയാനുള്ളത്, 2011 അതിന് മുൻപും 2011 മുതൽ 16 വരെയുള്ള കാലയളവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ചീഫ് വിപ്പും ഒക്കെ ആയി പ്രവർത്തിച്ച PC ജോർജ് ആ കാലഘട്ടത്തിൽ പാണക്കാട്ടെ ക്ലോസറ്റ് കഴുകാനും ആ ചീഫ് വിപ്പ് സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ലീഗ് ഹൗസിലെ ക്ലോസറ്റ് കഴുകാനും അവിടുത്തെ അപ്പി കോരാനും അവിടുത്തെ അടുക്കള പണിയെടുക്കാനും വരെ തയ്യാറായി നിന്ന PC ജോർജിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മനസ്സിലായില്ലേ? UDF കൂടെ നിന്ന്, മുസ്ലിം ലീഗിൻ്റെ കൂടെ നിന്ന്, ലീഗുകാരെ കൂടെ നിന്ന് അവരെയൊക്കെ സുഖിപ്പിച്ച് വേണ്ട വിധത്തിൽ അധികാര കസേരകളും അതിൻ്റെ അപ്പക്കഷ്ണങ്ങളും വാങ്ങി നക്കിയിട്ട് ഈ എരപ്പൻ ഇപ്പം ചെലച്ചോണ്ടിരിക്കുക. ഈ കുരക്കുന്നത് പേപ്പട്ടി കുരക്കും പോലെ ഇവൻ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവൻ ചെന്ന് കയറിയിരിക്കുന്ന സംഘപരിവാർ പാളയത്തിൽ ഇവന് വേണ്ട വിധത്തിലുള്ള പരിഗണനയും നേട്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുരയാണ് ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഗീയ വിഷജന്തുവിനെ തിരിച്ചറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് ജാതി മത വ്യത്യാസമില്ലാതെ ഇവനെ തിരിച്ചറിയാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും. അല്ലേ? മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ക്രൂശിച്ച് അവരെ അധിക്ഷേപിച്ച് അവരെ ചാപ്പകുത്തി അവരെ വർഗീയവാദികളാക്കി അവരെ കൊള്ളരുതാത്തവരാക്കി അവരെ ശത്രുക്കളാക്കി ക്രൈസ്തവർക്കിടയിൽ സ്ഥാനമുറപ്പിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഈ ചെറ്റയും ഇവൻ്റെ മകനും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം ഇവൻ ഒറ്റുകാരനാണ് എന്ന് മാത്രമല്ല ഇവൻ യൂദാസിൻ്റെ തന്തയാവാൻ യോഗ്യതയുള്ളവനാണ് എന്ന് ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഇവൻ്റെ പ്രശ്നം എന്താ? ഇപ്പം ഇവൻ്റെ പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ May 4 ഇവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ UDF പ്രവർത്തകർ നടത്തിയ വലിയ ഒരു ആഹ്ലാദ പ്രകടനമുണ്ട്. അത് കണ്ട് കുരുപൊട്ടി നിൽക്കുക. അല്ലെ തന്നെ പാമ്പ് കടിയേറ്റവൻ്റെ തലയിൽ ഇടിത്തി വീണു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവൻ്റെ അവസ്ഥ. തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി നിൽക്കുന്ന അവസരത്തിലാണ് UDF പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഈ പൂഞ്ഞാർ ചെറ്റയുടെ വീട്ടിൻ്റെ മുന്നിൽ ആഹ്ലാദിച്ചങ്ങ് അർമാദിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും വിഷമം അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് നിൽക്കുക. തന്തയും മകനും കൂടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചരിത്രം കുറിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാ. ആ ചരിത്രം കുറിക്കാൻ ഇറങ്ങി പുറപ്പെട്ട തന്തക്കും മകനും ചരിത്രം തന്നെ മാറ്റി എഴുതേണ്ടി വന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തന്തയും മകനും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരുപോലെ പരാജയപ്പെടുന്നത്. മുമ്പ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരേ തെരഞ്ഞെടുപ്പിൽ തന്തയും മകനും 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ട് പരാജയപ്പെട്ട ഏതെങ്കിലും തന്തയും മകനും കേരളത്തിലുണ്ടോ? ഇല്ല. എന്നാൽ ആ ചരിത്രം ഈ പറയുന്ന പൂഞ്ഞാർ ചെറ്റയും അവൻ്റെ മകനും കൂടി തിരുത്തി എഴുതി. കേരളത്തിലെ ആദ്യത്തെ തന്തയും മകനും എന്താണ്? കേരളത്തിലെ ആദ്യത്തെ തന്തയും മകനും ഒരേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയ തന്തയും മകനും. കുരു പൊട്ടൂലേ? പൊട്ടാണ്ടിരിക്കുമോ? എത്ര വിഷമുണ്ടാകും?
എത്ര വേദനയുണ്ടാകും ഉള്ളിൻ്റെ ഉള്ളിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വേദനയുണ്ടാകും. സഹിക്കാൻ കഴിയോ? സഹിക്കാൻ കഴിയില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം പ്രശ്നം എന്ന് പറയുന്നത് തന്തയും മകനും കൂടിയിട്ട് ഈ BJP-ക്കാരെ പറ്റിച്ചിട്ട് കുറേ നക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കക്ഷത്തിൽ ക്രിസ്തീയ സമൂഹം ഞങ്ങളുടെ കക്ഷത്തിലാണ്, സഭ ഞങ്ങളുടെ കക്ഷത്തിലാണ്, സഭയുടെ വോട്ട് ബാങ്ക് ഞങ്ങളുടെ കക്ഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ BJP-ക്കാരെ, ഈ ചാണക സംഘികളെ പറ്റിച്ചിട്ട് കുറേ നക്കിയിട്ടുണ്ട് തന്തയും മകനും. നക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം നക്കല് നക്കി തീർത്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ അമിത്ഷായുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാ എന്നും പറഞ്ഞ് കൊണ്ടുവന്നത്. അമിത്ഷാ കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഓരോ വോട്ടർമാർക്കും ഇത്ര വീതം വെച്ച് കൊടുക്കണമെന്ന്. മനസ്സിലായില്ലേ? ഇവന്മാരെന്താക്കി? ഇവന്മാർക്കറിയാം ഇവിടെ കൊണ്ടുവന്ന് അത് കൊടുത്താൽ ഒന്നാമത്തെ കാര്യം അത് ഏൽക്കാൻ പോകുന്നില്ല. ആളുകൾ പൈസ വാങ്ങിയാലും അവർ തിരിഞ്ഞു കൊത്തുമെന്നുള്ളത് തന്തക്കും മകനും അറിയാം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലായതുകൊണ്ട് ഇതൊക്കെ പുറത്തേക്ക് വരും. ഇത് തെളിവ് സഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ ഭാവി തന്നെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം തന്തയും മകനും നോക്കിയിട്ട് എന്താ പിന്നെ ഒരു വഴി വേറൊന്നുമില്ല, സ്വന്തം അണ്ണാക്കിലേക്ക് തള്ളി തന്തയും മകനും ഇരുന്ന് തള്ളി അണ്ണാക്കിലേക്ക്. തന്ത മകൻ്റെ അണ്ണാക്കിലേക്കും മകൻ തന്തയുടെ അണ്ണാക്കിലേക്കും അമിത്ഷാ കൊടുത്തതൊക്കെ അങ്ങോട്ട് തള്ളി. പാവം BJP-യിലെ ഡൽഹിയിൽ ഇരിക്കുന്നവന്മാർ പൊട്ടന്മാരാക്കിയിട്ട് തന്തയും മകനും കൂടി ഇരുന്ന് നക്കി. ആ നക്കിയതിനിപ്പോൾ കണക്ക് പറയണം. കാരണം എന്താ? 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ അവിടെ പറഞ്ഞത് എന്താ? പാലായിലെ സഭ, പാലായിലെ ക്രൈസ്തവർ എല്ലാം കക്ഷത്തിലാണ്. ഇവൻ പറഞ്ഞതോ പൂഞ്ഞാറിലെ എൻ്റെ കക്ഷത്തിൽ. ഒരു വിഭാഗം പാലായിലെ ക്രൈസ്തവർ മകൻ്റെ കക്ഷത്തിൽ, പൂഞ്ഞാറിലെ ക്രൈസ്തവർ തന്തയുടെ കക്ഷത്തിൽ. ഇത് പറഞ്ഞ് വിലപേശി അത്ര പോരാ, അതിലും കൂടുതൽ അതുക്കും മേലെ ലേലം വിളി കേട്ടിട്ടില്ല. അതുപോലെ അവിടെ ഡൽഹിയിൽ ചെന്ന് ലേലം വിളിച്ച് കോടികൾ വാങ്ങിക്കൊണ്ടുവന്നതാ. അതൊക്കെ നക്കി തന്തയും മകനും നക്കി തീർത്തു. അപ്പം അതിന് കണക്ക് പറയേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, തന്തയും മകനും 8 നിലയിൽ പൊട്ടി. അപ്പം മുകളിൽ നിന്ന് പൈസ എന്താ കാണിച്ചേ? എന്ത് ചെയ്തു? എവിടെ ചിലവാക്കി? എങ്ങനെ ചിലവാക്കി? എന്തേ ഈ പൈസ ചിലവാക്കിയിട്ട് വോട്ടുകൾ കിട്ടാതെ ആയിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. അപ്പോൾ ആ മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെങ്കിലും ഒന്ന് സുഖിപ്പിക്കണം. അതിനെന്താ വഴി? അതിന് ഇത്ര ദിവസം സഭയെയും സഭയുടെ മെത്രാന്മാരെയും സഭ മേലധ്യക്ഷന്മാരെയും ഒക്കെയാണ് തെറി വിളിച്ചതെങ്കിൽ ഇപ്പം അവിടുന്ന് വിട്ട് ഇപ്പം നേരെ തിരിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ, മുസ്ലിം സമുദായത്തെ തെറി വിളിക്കാൻ തന്ത ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഈ തന്തക്കും മകനും ഒരു കാര്യം ഉറപ്പാ. പൂഞ്ഞാർ എന്ന നിയോജക മണ്ഡലത്തിൽ നിന്ന്, പൂഞ്ഞാറിൽ നിന്ന് തന്തയാണെങ്കിലും മകനാണെങ്കിലും നോ വേ അവിടെ നിന്ന് വിജയിച്ച് കയറില്ല എന്ന് തന്തക്കും മകനും നല്ല ഉറപ്പാ. ആ ഉറപ്പ് തന്നെയാണ് തന്തയെയും മകനെയും ഇങ്ങനെ കൃമി കടിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവറ്റകൾ രണ്ടെണ്ണം മനസ്സിലാക്കിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ പേറുന്ന BJP ആദ്യം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഈ തന്തയും മോനും നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് ഒന്ന് അധികാരത്തിന് വേണ്ടിയാണ്, മറ്റൊന്ന് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തന്തയും മകനും സംഘ് പരിവാർ ആലയത്തിൽ വന്നു കയറിയത്. മനസ്സിലായില്ലേ? ഈ തന്തയും മകനും ചേർന്ന് കേരളത്തിലെയും ഡൽഹിയിലെയും ഇവരുടെ തലതൊട്ടപ്പനെയും അടക്കം പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഇവർ രാത്രിയായാൽ വീട്ടിലിരുന്ന് ചിരിക്കുക. എന്താണ്? രണ്ടാക്കും നഷ്ടങ്ങളൊന്നുമില്ല. കുറേ മുസ്ലിങ്ങളെ തെറി വിളിക്കുക, കുറേ ക്രൈസ്തവരെ തെറി വിളിക്കുക, കുറേ സഭയെ തെറി വിളിക്കുക, സഭയുടെ മേലധ്യക്ഷന്മാരെ തെറി വിളിക്കുക. എന്നിട്ട് ഇത് തെറി വിളിക്കുന്ന കാണുമ്പോൾ എന്താക്കും? അവിടുന്ന് വരുന്ന ചാക്കിൽ വരുന്ന പണക്കെട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതിങ്ങനെ നക്കിയിട്ട് ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് തന്തയും മകനും നമുക്കെന്താ MLA ആവണ്ട, MP ആവണ്ട, വാർഡ് മെമ്പർ ആവണ്ട,
ഒന്നും ആവണ്ട, പണം വരുന്നുണ്ട്, ജീവിക്കാൻ പണം മതി, നമുക്ക് വേണ്ട പണം വേണ്ട വിധത്തിൽ ഇഷ്ടം പോലെ ആവശ്യത്തിലധികം പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും രാത്രി ഭക്ഷണം കഴിക്കാനിരുന്ന ഇതും പറഞ്ഞ് ചിരിക്കുക. ഇന്നാ ഈ കേരളത്തിലെ BJPക്കാരോ ഡൽഹിയിലെ ഈ പണം കൊടുത്തു വിടുന്ന ആളുകളോ അവറ്റകളൊന്നും ഇത് മനസ്സിലാക്കുന്നുമില്ല. അവന്മാർ പൊട്ടന്മാർ ഇവന്മാർ പറയും പോലെ കൊടുത്തു വിട്ടുകൊണ്ടിരിക്കും. ഇവരത് നക്കി തീർക്കും, വീണ്ടും ചോദിക്കും, വീണ്ടും കൊടുക്കും, വീണ്ടും തെറി വിളിക്കും, വീണ്ടും പണം കൊടുക്കും. അപ്പോൾ പണം വാങ്ങുക, തെറി വിളിക്കുക, ഒന്നില്ലെങ്കിൽ സഭക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ, ആർക്കെതിരെയാണെങ്കിലും തെറി വിളിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് തന്തയുടെയും മകൻ്റെയും ഒരു ലൈന്. അപ്പോൾ ഈ കേരളത്തിലെ BJPക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചുമക്കുന്നത് തീട്ടങ്ങളെയാണ്. ആ തീട്ടം ചുമന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തീട്ടങ്ങളാണ്. അപ്പം 2 തീട്ടം എന്ന് പറഞ്ഞാൽ നാറ്റം സഹിക്കവയ്യാതെയാകും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവറ്റകൾക്കുണ്ടോ? എങ്ങനെ ഉണ്ടാവാനാ? ഈ ചാണകം തീനികൾക്ക് എവിടെ നിന്ന് ബുദ്ധി ഉണ്ടാകാനാ? ഉണ്ടാവൂല. പിന്നെന്താ ഉണ്ടാവണത്? ചാണകം തിന്നതിനെ കൊണ്ട് തന്നെ അതിനിടയിൽ നിങ്ങൾ കണ്ടില്ലേ ഈ കൃമികീടങ്ങൾ. ഇപ്പം മനുഷ്യൻ്റെ വയറ്റിലുണ്ടാകുന്ന കൃമികീടങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ചാണകത്തിലുണ്ടാകുന്ന പുഴുക്കളും കൃമികീടങ്ങളെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വലിയ പ്രശ്നമാണ്. അത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരുന്നത് വിദ്വേഷമാണ്, വെറുപ്പാണ്, വർഗീയതയാണ്, വിഷമാണ്, തെറിവിളികളാണ്, അസഭ്യങ്ങളാണ്, ഭരണിപ്പാട്ടാണ്. ഇതൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. കാരണം എന്താ? ഇവറ്റകളുടെ ഉള്ളിലുള്ളത് സാധാരണ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള കൃമികളല്ല, മറിച്ച് ഈ പറയുന്ന മൃഗങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന കൃമികീടങ്ങളാണ് ഇവറ്റകളുടെ വയറ്റിലുള്ളത്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഇവർ കാണിക്കൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇത് സംഭവം. എന്ന് പറഞ്ഞാൽ ലീഗ് ഹൗസിൻ്റെ കക്കൂസ് കഴുകിയും ലീഗിൻ്റെ കോലായിൽ വന്നിരുന്നിട്ടും നേട്ടങ്ങൾ അത്രയും നേടി ഉണ്ടാക്കിയിട്ട് അവസാനം സംഘ് പരിവാർ പാളയത്തിൽ ചെന്നിരുന്നിട്ട് മുസ്ലിം ലീഗിനെ അങ്ങോട്ട് തെറി വിളിച്ചിട്ട് അധിക്ഷേപിച്ചിട്ട് ചാപ്പയടിച്ചിട്ട് മൂക്കിൽ വലിക്കാമെന്ന് തന്തയും മകനും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാണകം തിന്നുകൊണ്ട് തീരെ ബുദ്ധിയില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത്.